ഹലോ ഫ്രണ്ട്സ്, സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഡോക്ടർ ജോ ഡിസ്പെൻസറിയുടെ പോഡ്കാസ്റ്റിൻ്റെ 10ാമത്തെ പാർട്ടാണിത്. ഡോക്ടർ ജോ പറയുന്നു, സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പരാജയപ്പെടാൻ അനുവദിക്കുക. നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരിക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും: പരാജയങ്ങൾക്ക് നിങ്ങളെ തടഞ്ഞു വയ്ക്കാൻ സാധിക്കില്ല. ഓരോ പരാജയങ്ങളും ജീവിത വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി മാറുന്നത് കാണാൻ സാധിക്കും. വിശ്വസിക്കുക, ഈ ഒരു ചുവട് ഇതിലേക്കുള്ള വാതിൽ തുറന്നു തരും. കംഫർട്ട് സോണിന് പുറത്തേക്ക് വരിക. അതുകൊണ്ട് തന്നെ പരാജയത്തെ ഭയക്കരുത്, നേരിടുക. ഭയത്തിൻ്റെ ഊർജ്ജത്തെ നിങ്ങളുടെ ജീവിതത്തിനുള്ള ഇന്ധനമാക്കി മാറ്റുക. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഈ ആഴ്ച നിങ്ങൾ ഏതൊരു കാര്യമാണ് പുതുതായി ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തു നിന്ന് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന, നിങ്ങളുടെ ജീവിത വിജയം നേടാൻ സഹായിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക: നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, പണത്തിൻ്റെ യാതൊരു കുറവുമില്ല. അങ്ങനെ ഒരു ജീവിതത്തെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ ഒരിക്കലും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം. നിങ്ങളുടെ ഉള്ളിൽ എല്ലാ കഴിവുകളുമുണ്ട്. നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നേടാൻ സാധിക്കും. നിങ്ങളുടെ വിചാരങ്ങളിൽ മാറ്റം വരുത്തുകയും ബ്രഹ്മാണ്ഡവുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പ്രതിഭ പുറത്തേക്ക് വരാൻ തുടങ്ങും. നിങ്ങളുടെ അറിവുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. വിജയം നിങ്ങളുടെ കൺമുൻപിലെത്തും. നിങ്ങൾക്കറിയാമോ, സക്സസ്ഫുള്ളായ ആളുകൾ പണത്തിന് വേണ്ടി മാത്രമല്ല ജോലി ചെയ്യുന്നത്, പകരം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത്. അവർക്കതിൽ പാഷനുണ്ട്, അതുകൊണ്ട് അവർ ക്ഷീണിതരാകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പാഷനെ കണ്ടെത്തുക. നിങ്ങൾ എന്താണ് സത്യത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കംഫർട്ട് സോണിനെ വിട്ടെറിഞ്ഞ് നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക. ഓപ്പറ വിൻഫ്രയെ പോലുള്ള മഹത്തായ ആളുകളെ പറ്റി ചിന്തിക്കുക. അവരുടെ തുടക്കത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്നു. പക്ഷേ ഒരിക്കലും തൻ്റെ കഥകൾ എഴുതുന്നതിൽ നിന്നും അവർ പിൻവലിഞ്ഞില്ല. അവർ ആളുകളെ സഹായിക്കുന്ന പാഷനിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോയില്ല. മെല്ലെ അവർ അവരുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം സൃഷ്ടിച്ചു. അവർ പണത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല പ്രവർത്തിച്ചത്. അവർ ലോകത്തിലെ ഏറ്റവും സമ്പന്നയായ വ്യക്തിയാകുന്നതിന് വേണ്ടിയുമല്ല പ്രവർത്തിച്ചത്, പകരം ആളുകളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെന്ന പാഷനോടുകൂടിയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വരികയും നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുകയും ചെയ്യുക. ഫ്രണ്ട്സ്, ഈ വീഡിയോ സീരീസിൻ്റെ അടുത്ത ഭാഗം കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്